Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. Good morning, good afternoon to everyone. My name is Shashami Andrews. They are best friend, only one friend, not best friend, friend. We are behind of all this. We just wanted to do it today. Okay. I welcome you all for this auspicious occasion. So let's sit down and enjoy everything. At this time, I'm calling upon Reverend Father Samuel Joshua to grace this occasion. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ദൈവമായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ശാന്തമേറിയ നല്ല സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വിവിധയിടങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് ഇവിടെ കടന്നു വരുവാനും ദൈവമായ കർത്താവെ പ്രിയ ഞങ്ങളോടും വാഞ്ചിയോടും ചേർന്ന് കർത്താവയുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ ഈ സമയം വരെ കർത്താവെ ഈ ദേശത്ത് അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പ്രിയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ ദാസന് അവിടെ നൽകിയിരിക്കുന്നതാകുന്ന ആയുസ്സും ആരോഗ്യവും ബലത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും അവിടുന്ന് കൂടെയിരുന്ന് ആയുസ്സാരോഗ്യ ബലത്തെ അവിടെ നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോടെ കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. എല്ലാവർക്കും
നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും we are going to do the Pannada for a child. I'm calling upon our Reverend Father Joshua to say a few words. പ്രത്യേകിച്ച് നമ്മളോട് കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രിയ ഞങ്ങളുടെ ഈ ജന്മദിനത്തോടനുബന്ധിച്ച് നമുക്കും ഈ ആഘോഷത്തിൽ പങ്കുചേരുവാനായിട്ടാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച്
ദൈവം നൽകിയിരിക്കുന്നതാകുന്ന ആയുസ്സും ആരോഗ്യത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും തുടർന്നുള്ളതാകുന്ന നാളുകളിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 130 സങ്കീർത്തനം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയെ ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ വളരെ പ്രത്യാശയോടുകൂടെയാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. ഇസ്രായേൽ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, യഹോവ കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുക്കുന്നുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യത്തിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ വളരെ പ്രത്യാശയോടുകൂടെയാണ് തന്റെ ജീവിതത്തിൽ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ജീവിതത്തിൽ ദൈവം നൽകുന്നതാകുന്ന കൃപകളെ ഓർത്ത്, പ്രത്യേകിച്ച് ജീവിതത്തിൽ വീഴ്ചകളും ബലഹീനതകളും ഉണ്ടാകുമ്പോൾ അതെല്ലാം ക്ഷമിക്കുന്നവനാകുന്ന ഒരു ദൈവത്തെ സങ്കീർത്തനക്കാരൻ അവിടെ നമ്മളെ ചൂണ്ടിക്കാണിക്കണം. അവിടെ പറയുന്നത് യഹോവയുടെ പക്കൽ ധാരാളം വീണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവം തരുന്നതാകുന്ന ആയുസ്സിലും ആരോഗ്യത്തിലും കൂടുതൽ ദൈവാശ്രയ ബോധത്തോടുകൂടെ ജീവിക്കുവാനായിട്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്നതാകുന്ന ദൈവജനത്തെ ആകമാനം അവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ ഏറെ പ്രത്യാശയോടുകൂടെയാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്നതാകുന്ന ആയുസ്സിലും ആരോഗ്യത്തിലും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് തുടർന്നും ജീവിക്കാൻ പ്രിയ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, പ്രത്യേകിച്ച് ഇന്ന് ഇപ്രകാരം ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ, ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കടന്നു വന്നിരിക്കുന്നവർ നമ്മുടെ മുമ്പിൽ വലിയൊരു സാക്ഷ്യമായിട്ട് തീരുകയാണ്. ദൈവം ചെയ്തതാകുന്ന നന്മകളെ ഓർത്തുകൊണ്ട് ഇനിയും ജീവിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നു എന്നുള്ളതാകുന്ന ആ വലിയൊരു സാക്ഷ്യവും ആ വലിയൊരു അനുഗ്രഹവും പലപ്പോഴും അങ്ങിൽ നിന്ന് കേൾക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നു. അത് ഇന്നും അപ്രകാരം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് CSI ജൂബിലി മെമ്മോറിയൽ ചർച്ചിന്റെ പേരിലും ഞങ്ങളുടെ വ്യക്തിപരമായ നാമത്തിലും അങ്ങിനോടുള്ളതാകുന്ന എല്ലാ ജന്മദിന ആശംസകളും അറിയിക്കുന്നു. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Now I am calling upon our community leader, Mr. Koshi Umel. Mr. Koshi Umel, please. Today's birthday boy, Mr. Freddie David. Birthday boy's promoter, Mrs. Rachel David. Community's leading most leader, Mrs. Shoshama Andrews. She introduced me as a community leader. I'm nothing. I'm just like a water boy in the block. No, take care. Thank you. But to recollect my memory to her, she always is a best wisher, well wisher, and she always promotes others. Instead of her promotion, her own promotion, she does that. And along with that, I see a lot of community leaders, Mrs. Elia Mapukutan, Mr. Elia Mapukutan, and I see most of our known faces, Reverend Father Joshua. We all come together. It's really an auspicious day. Every day, every minute, every second is a gift from God. Because we all know what's happening in this world. We don't know what's going to happen the next minute. So His grace, the Lord's grace and blessings lets us to live every second and every moment. So with that, prayers and best wishes, I really want to congratulate our Honorable Mr. Freddie David. You all know him, how much he has been in the community. I don't know him personally. I've seen him like in the neighborhood. Once in a while he comes around with Mrs. David. But I am recollecting
Mrs. David's participation in the community. She's a silent promoter. You don't see her talking or running around or making some noise or anything like that, but she's a staunch supporter. If you all recollect, when I ran for my election for the New York City Council, there are leaders who in the community who, came out, supported all that. You all did your best, but Mrs. David, she is a silent promoter, and from the fundraising support to any event we promote, even to the India Day parade, she silently comes around with all her friends. So her participation, her support values a lot. We have enjoyed, and with all that good things happened, I wish best more, many more returns, many more years, with all hale and healthy. Our uncle, our dear friend, our uncle, many more returns of the days and years to come. Thank you so much, and with all your consent, I have brought in, it's not a banana, but something to recognize, very colorful. I got it, I just want to put it on all of your behalf. So, to join with me, can I invite Mr. and Mrs. Appukutan and also Sunny to join me to put on this. Thank you so much. I know a child from Delhi, but not personally. His name was Freddy, and along with the Peter child, he used to send the nurses to America. So one day he said, Freddy. I said, Freddy, are you from New Delhi? He said, yes. Are you work with the Peter child? Yes. So he is known from him. He used to do a lot of things for the nurses to send them to America. So thank you. Next, I am calling upon KCNA ex-president Mr. Varghese Chungathan. ജീവിതത്തിൽ നാം ഏവരും അനുഭവിക്കുന്ന സുഖ സന്തോഷ സൗകര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നാം കൂടി വരുമ്പോൾ അത് ഈശ്വര സമക്ഷം ഒരു ആരാധനയായി മാറി. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നുവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള ഓരോരോ അനുഭവങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ഓർത്തു നോക്കാനുള്ള ഒരു സുദിനം, ഒരു നല്ല നിമിഷമാണിത്. ആ നിമിഷത്തിൽ എവിടെ നിന്ന് നമ്മൾ എവിടെ എത്തി, ഇന്നും നമ്മൾ നിലനിൽക്കുന്നു, ആ വലിയ സത്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ധന്യമായ ഈ നിമിഷം നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ ഒരു പ്രാർത്ഥനയായി മാറുന്നില്ലേ? പള്ളിയിൽ പോകണമെന്നില്ല, ഉള്ളിൽ ഉജ്ജ്വലിപ്പിക്കുന്ന പ്രാർത്ഥനാ നാളവുമായി ചെലവഴിക്കുന്ന ഓരോ നിമിഷത്തിനും അർത്ഥമുണ്ട്, ഭംഗിയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എനിക്കും സുപരിചിതനായ, ഞാൻ ജോയിച്ചാനെന്ന് വിളിക്കും, അദ്ദേഹത്തെ പരിചയപ്പെട്ടത് മുതൽ ഒരു ജ്യേഷ്ഠനെ പോലെ ഹൃദയത്തിലൊരു സ്നേഹബന്ധം രൂഢമൂലമായി. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരു നല്ല മനുഷ്യനെന്ന ബോധ്യം, ആ സുഗന്ധം, സ്നേഹത്തിൻ്റെ സുഗന്ധം മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോൾ
എപ്പോഴും മനസ്സിൽ അച്ഛനെ കുറിച്ചൊരു ഓർമ്മ, ഒരു സ്നേഹം, ഒരു ബന്ധം അത് ഉടലെടുക്കുകയായി. ഈ നിമിഷത്തിൽ ജോയിച്ചായന് ദൈവം നൽകിയ നന്മകളെക്കുറിച്ചും അദ്ദേഹത്തിന് ഇനിയും കൂടുതലായി ആരോഗ്യവും ആയുസ്സും സന്തോഷവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടും കൂടെ ഞാൻ ഈ അവസരം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ദൈവം അദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Now I am calling upon ex-President K.C. Mr. Rajagopal. എല്ലാവർക്കും നമസ്കാരം. ജോയിയെ ഞാൻ പരിചയപ്പെട്ടിട്ട് വളരെ നാളുകളായില്ല. ഞങ്ങളുടെ കൾച്ചറൽ അസോസിയേഷൻ എല്ലാ ബുധനാഴ്ചയും ഒരു സീനിയർ ഫോറത്തിൻ്റെ കീഴിൽ ചീട്ടുകളി നടത്താറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ ജയിച്ചതിനെ പരിചയപ്പെടാനും ഒരു ആത്മബന്ധം മുന്നോട്ടുണ്ട്. ഞാനിപ്പോൾ അധികം പോകാറില്ല, പല തിരക്കുകളിലാണ്. പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ അന്തർമുഖനാണ്. അദ്ദേഹം അധികം സംസാരിക്കാറില്ല. വളരെ കാര്യമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. വളരെ പക്വമായ പെരുമാറ്റം, എല്ലാവരുടെയും സ്നേഹം. ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പാട്ടാണ്, പക്ഷേ കവിത കൂടെ അന്തരിച്ച ഗാനരചയിതാവും കവിയുമായ യൂസഫ് അലി കച്ചേരി സ്നേഹം എന്ന് പറഞ്ഞ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. അതൊരു പെരുമാവൂർ സാറ് ചെയ്ത് രവീന്ദ്രനാഥ് സാറ് ചെയ്ത ഒരു കവിത പോലെ ഒരു പാട്ട് ഞാൻ ഗാനമാണ്. പേരറിയാത്തൊരു കുമ്പലത്തെ പ്രേമമെന്നാരോ വിളിച്ചു, പ്രേമമെന്നാരോ വിളിച്ചു, മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു. പേരറിയാത്തൊരു കുമ്പലത്തെ പ്രേമമെന്നാരോ വിളിച്ചു, തങ്കത്തിൻ നിറമുള്ള മായാമരീചിയെ സങ്കൽപ്പമെന്നു വിളിച്ചു, മുറിവേറ്റു കേഴുന്ന പാഴ്മുളം തണ്ടീന് കുരളികയെന്നും വിളിച്ചു. KCന്റെ ex-President രഘുനാഥൻ നായർ. സ്നേഹം എന്ന് പറഞ്ഞാൽ ജോയിച്ചായൻ റേച്ചന് ആൻറ്റി ഞങ്ങളുടെ പരിചയം എന്ന് പറയുന്നത് കൾച്ചറൽ അസോസിയേഷൻ KCനെ അവിടെ വെച്ചാണ്. ഞങ്ങൾ എല്ലാ ബുധനാഴ്ചകളിലും അവിടെ വെച്ച് കൂടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണ് ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹി, ഇത്രയും നല്ലൊരു സഹോദരൻ എനിക്ക് തുറന്നു തന്നാണ് ദൈവമായിട്ട് എത്തിച്ചെന്നു പറഞ്ഞ പോലെ നല്ലൊരു ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ മുതലേ ഞങ്ങൾ പിന്നെ റേച്ചൽ ചേച്ചി പറഞ്ഞു, അതായത് ഞങ്ങൾക്കാരും ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വരണം. പിന്നെ അവിടെ നോക്കിയപ്പോൾ ധാരാളം ആളുകൾ കേട്ടോ. ഇപ്പോൾ ആരാ ഇല്ലാത്തത്? നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഈ വന്നവരൊക്കെ നിങ്ങളുടെയാണ്. നമ്മളെല്ലാവരും തികഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് എല്ലാവിധ ആശംസകളും ജഗദീശന് അദ്ദേഹത്തിന് നൽകട്ടെ എന്നും ആരോഗ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. Thank you. Now our one and only community leader, Mrs. Ilamayappukudan. ഇന്ന് അച്ഛാ രാവിലെ 11 മുതൽ ഞാനിവിടെ വന്നിരിക്കുന്നതാണ്. അച്ഛനെയും കാക്ക എന്നോട് റേച്ചൽ പറഞ്ഞു 11:30 കേരള കിച്ചണിലേക്ക് ഒന്ന് വരണം കേട്ടോ. എന്തിനാ? അതൊക്കെ സർപ്രൈസ്, അതൊക്കെ സീക്രട്ടാണ്. കാലൊന്നും വന്നാൽ മതി. ഞാൻ വിചാരിച്ചു ഓക്കെ വന്നേക്കാം. അതനുസരിച്ച് ഞാനിവിടെ വന്നു. ഇവിടെ 2 പണിക്കാരുണ്ടായിരുന്നു. അവരിതൊക്കെ വെട്ടി തൂക്കുമൊക്കെ ആയിരുന്നു. പോയി ഞാനും എൻ്റെ പ്രിയതമനും കൂടെ ഇവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. ഓക്കെ, എന്തോ ഒരു സന്തോഷമാണെന്നറിയാം അച്ഛൻ്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാൻ. പ്രത്യേകിച്ച് റേച്ചിൽ പറഞ്ഞ ആ ദിവസം മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അച്ഛൻ. റേച്ചിൽ നീ അച്ചായനോടൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ, അച്ചായൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. അച്ചായൻ വരില്ല.
ആൻഡ്രൂസ് അങ്കിളുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്ന പല നുണകളും പല ചട്ടങ്ങളൊക്കെ പാലിച്ചാണ് കുട്ടി അച്ചായൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിവേ she is so smart to do things like that. You know, no wonder she is with him for ever and ever. You see? Anyway, അച്ചായനെ പറ്റി ഞാൻ കൂടുതൽ എനിക്ക് അച്ചായനെ പറ്റി അറിയില്ല. ഞങ്ങൾ ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷനിൽ പിക്നിക്കിൽ പോകും, മീറ്റിങ്ങിൽ വരും, അങ്ങനെയൊക്കെയാണ് അച്ചായനുമായിട്ട് കൂടുതൽ പരിചയപ്പെട്ടത്. അന്ന് മുതൽ ഞാൻ ഓർക്കും, സംടൈംസ് നമ്മൾ പറയാറുണ്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ ഉണ്ടായിരിക്കുന്നതാണെന്നല്ല. എന്ത് ചാടി നടക്കും വർത്താനം പറയും. അച്ചായൻ ഒരു ചമമ്പ മനുഷ്യനെ ഇവര് തമ്മിലൊരു കളിക്കാരുണ്ട്. ആൻഡ്രൂസ് അച്ചായനും ഇടയ്ക്ക് പോയി ഞാൻ അച്ചാനെ പറ്റിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അച്ചായനം ആണേലും റൈച്ചിൽ ഇവിടെ സന്തോഷത്തോടു കൂടി ഒരു മാസമായുള്ളൂ എന്നതുപോലെ ഈ കാലത്തുണ്ടായിരുന്നു. ഇതുപോലെ എനിക്കും നടന്നായിരുന്നു. അച്ചായൻ്റെ ഈ ബർത്ത്ഡേ ദൈവം ദീർഘായുസ് തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു 100-ാമത്തെ ബർത്ത്ഡേയും ഈ കേരള കിച്ചണിൽ വെച്ച് തന്നെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്താം. Indian Nurses Association of President Treasurer Jaya. I never see you. I'm seeing you for the first time. As you said, my name is Jaya Thomas. I see Rachel all the time with the Indian Nurses Association of New York. So when she invited me, I said I'm so busy with the little kids. I have 4 kids. So she said, no, the same thing. Chichi said, we have only friends, so please come if you can. So I really, made my time to come. First of all, wish you a happy and prosperous birthday. And when I see him, he looks like my dad, almost as the same look. And so I was like sitting there and enjoying. Nice to see you, all of you. So many people I know. So wish you a happy and many more to come. Thank you for inviting me. അച്ചായന് ആദ്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. ഞാൻ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് കേരളം വിടുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് മലയാളിയാണ്. കേരളം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് കേരളയിൽ പോകുമ്പോഴേ ഞാൻ എപ്പോഴും നോക്കുന്നത് മലയാളി. ഏതെങ്കിലും ഓഫീസിൽ പോയാൽ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ, ട്രെയിനിലായാലും ബസ്സിലായാലും ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും അതിന് ഇപ്പോൾ മലയാളി. അതിനുശേഷം ഇന്ത്യ വിട്ടപ്പോൾ ലുക്കിംഗ് ഫോർ ഇന്ത്യൻ, നോട്ട് എ മലയാളി. ഇന്ത്യൻസിൽ ഒരു മലയാളിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കും. എൻ്റെ വേറൊരു ബിഗ് പോയിന്റ് പറഞ്ഞാൽ, എനിക്ക് ഫ്രണ്ട്സിൻ്റെ വലിയൊരു ബിഗ് പോയിന്റാണ് ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്ക വന്നു. അപ്പോൾ വീട് മേടിച്ചപ്പോൾ എനിക്ക് ആദ്യം ലുക്കിംഗ് ഫോർ ഇന്ത്യൻ, ആ ബ്ലോക്കിൽ ഏതെങ്കിലും ഇന്ത്യൻ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം സുന്ദരനും സ്മുഖനുമായ ഒരു അച്ചായൻ അങ്കിള് നടന്നിങ്ങനെ വീട്ടിൽ മുന്നിൽ പോകുന്നു. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അത്ര ഇന്ത്യക്കാരനാണ്. അപ്പോൾ വൈഫ് പറഞ്ഞു, പക്ഷേ ഒരു ദിവസം അച്ഛൻ ഞങ്ങളെ വിഷ് ചെയ്തു. ഒരു വലിയ സന്തോഷമായിപ്പോയി. ആ ബ്ലോക്കിൽ ആദ്യത്തെ ഇന്ത്യനാണ്, ഇന്ത്യനും മലയാളിയും വരുന്ന അച്ഛന്. 12-13 വീട് മൊത്തം മലയാളീസും ഇന്ത്യൻസുമാണ്. എനിക്ക് വളരെ അനുഗ്രഹമായി. എനിക്ക് പറയുവാണെങ്കിൽ ഈസ് വെരി വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഹിസ് ടെക്നിക്കൽ ഐഡിയ ഇസ് സോ എക്സലന്റ്. ഒരു ദിവസം അച്ഛൻ്റെ വീടിൻ്റെ പറയുന്ന സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അച്ഛൻ വലിയ ബുദ്ധിമാനാണ്. അവിടെ അച്ഛൻ വളർത്തുമ്പോൾ കൊതുക് വരും. ആ കൊതുകിനെ പിടിക്കാൻ വേണ്ടി അച്ഛൻ മീനെ വളർത്തിയാണ്. അച്ഛൻ്റെ ടെക്നിക്കൽ ഐഡിയ എന്ന് പറഞ്ഞാൽ, റൂഫിൽ നിന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്ത് ചെറിയ പൈപ്പിൽ നിന്ന് വലിയ പൈപ്പാക്കി ടാങ്കിൽ നിറയ്ക്കുകയാണ്. ഞാൻ അച്ഛൻ്റെ അത് വലിയ അമേസിംഗ് ആണ്. ഞാൻ ഒരിടത്തും കണ്ടില്ല വാട്ടർ സേവിങ്. അന്നേ അച്ഛൻ്റെ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ റെയിൻ വാട്ടർ, സ്റ്റോം വാട്ടർ ഇതെല്ലാം അച്ഛൻ കളക്ട് ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കുമായിരുന്നു. അച്ഛൻ്റെ ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ അതിലും ഭയങ്കര നല്ല ഗാർഡനറാണ്. അതിൻ്റെ ബാക്ക് ബോണായിട്ട് ഇരിക്കുന്നത് ശാന്തമ്മയാണ്. ശാന്തമ്മ എപ്പോഴും കൂടെയുണ്ട്, അച്ഛൻ്റെ കൂടെയുണ്ട്. അതുപോലെ ശാന്തമ്മ മറ്റ് വരെ കയറുന്ന പാർട്ടി അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേഡിയാണ് ശാന്തമ്മ. അച്ഛനാണെങ്കിൽ വളരെ ക്വയറ്റ് പേഴ്സൺ ആണ്. ഈസ് എ വെരി ഹംബിൾ ആൻഡ് ഗുഡ് പേഴ്സൺ. അതുപോലെ അച്ഛൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് അച്ഛന്. എനിക്ക് എന്ത് ഹെൽപ്പ് വന്നാലും
അച്ഛനോട് ചോദിച്ചു എന്നോട് ഞാൻ പറയാതെ വീട്ടിൽ നിന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു. അത് പ്ലംബിംഗ് ആയാലും പ്ലംബിംഗ് ഒക്കെ നല്ല എക്സ്പെർട്ടാണ്. ടാങ്കൊക്കെ മാറ്റി എല്ലാം മാറ്റി വെക്കും, നല്ല എക്സ്പെർട്ടാണ്. ഇറ്റ്സ് എ വെരി ഹാൻഡി പേഴ്സൺ ആണ്. അതുപോലെ അച്ഛനും ശാന്തമ്മയും ഞങ്ങളുടെ കേരള സമാജം ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ ശാന്തമ്മ ഓട്ടത്തിൽ എല്ലാ ഓട്ടത്തിലും ഫസ്റ്റ് പ്രൈസ് മേടിക്കും. അച്ഛനും നല്ല പോസിറ്റീവ് എനർജിയും നല്ല സപ്പോർട്ടീവ് ഹസ്ബൻഡുമാണ്. ശാന്തമ്മ എവിടെ വിളിച്ചാലും അച്ഛൻ സുഖമില്ലെങ്കിൽ പോലും പോകുമായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. അച്ഛനെ ആന്റണിയുടെയും ആന്റിയുടെയും വന്ന് അച്ഛൻ ഓടിപ്പിടിച്ച് വന്ന് ഇവിടെ വന്നപ്പോഴാണ് അച്ഛൻ റിയലായിട്ട് മനസ്സിലായത് ബന്ധന പാർട്ടിയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഓഫ് ലക്ക്. ഗോഡ് ബ്ലസ് യു. ഇവിടെ വന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്. നല്ല ദൈവത്തിന് പ്രത്യേകം സ്തുതിക്കുന്നു. കാര്യം നമുക്ക് 2 ദിവസം കൂടെ നല്ല മഴയൊക്കെ ആയിരുന്നു. മഴയൊക്കെ മാറ്റി നല്ല സുന്ദരമായ ദിവസം നമുക്ക് തന്നു. ദൈവത്തെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ദൈവം ആയുസ് ദീർഘായുസ് തരട്ടെ. വിൽ പ്രേ ഫോർ യു. ഗോഡ് ബ്ലസ് യു. Thank you so much. Thank you so much. Now I'm calling upon Tara Shajan, Indian Nurses Association ex-president and chair. First of all, I just want to wish you a many happy returns of the day. Even though it was a surprise for you, it was not a surprise for all of us. We all knew what was the reason of the occasion we were gathering here. As she introduced me, my name is Tara Shajan, and I have worked with Rachel. She was in the Creedmoor Hospital, and she mentioned to me that please do come and make sure that we are here. You will be able to meet all your colleagues who have worked with you in the Creedmoor. And more than that, I was able to see many of you also. I have very familiar faces, many, but some of them I do not know. I'll be able to. I do not know him, and I have not met him. This is the first time I'm seeing him. But through her, we have heard about him, because wherever she comes for my gatherings or meetings, she always say, "Time or take you, I have to go." She used to make sure that her presence is there for all the gatherings, but at the same time, she makes sure that she, as a wife, she is doing her duty towards him. That shows the love and affection she had towards him. And that's what she also made sure that his birthday, she's making it as a special occasion, and so that we all are here to wish him well, health and prosperity for the future days to come. And once again, I don't want to extend my speech. I just want to once again wish you many happy returns of the day. Thank you. Our own Reverend Father, Varghese Abraham, please come forward. ജോയിച്ചായനെ ഞാൻ ആദ്യം കാണുന്നത് ജൂൺ 1, 1976 ജോയിച്ചായൻ്റെ എൻ്റെ ഗ്രാൻഡ് മദറും സിസ്റ്റേഴ്സാണ്. വള്ളക്കാലി കുടുംബവും മണലെ കുടുംബവും അവർ വളരെ ക്ലോസായിട്ട് അടുത്തടുത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വള്ളക്കാലിലാണ്, മേൽപ്പാടം വള്ളക്കാലി, ഉമ്മൻചാണ്ടി വള്ളക്കാലി. ചോദിച്ചാൽ ഞാനും ഞങ്ങൾ 76 ബ്രോൺസിലെ അപ്പാർട്ട്മെന്റ്സിൽ അടുത്തടുത്താണ് ഈസ്റ്റ് വേണാവലി. ഒരുപാട് ഉണ്ടായിരുന്നു. അച്ചായൻ അന്ന് ഹാൻഡിക്രാഫ്റ്റിൻ്റെ അച്ചായനെ പറ്റി പറഞ്ഞാൽ അച്ചായനെ കണ്ണുനീർ ഒരു always smiling face at a time. It's very pious and very ഞാൻ അച്ഛനായിട്ട് പോകാറുണ്ടായിരുന്നു. കസിൻസ് ഒത്തിരി ഉണ്ടായിരുന്നു.
നാട്ടിൽ പോകുമ്പോഴും നടത്തുന്നതാണ്. So, this relationship is for a long time. So, we are 10 വയസ്സ് ഞാൻ 78 എപ്പോഴും ഒരു ബ്രദറിൻ്റെ അഫെക്ഷനെ ആ കെയർ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാവരും നമ്മോട് നേരെയാണ് ഒരു പ്രാവശ്യം കൂടി എല്ലാവരും നമ്മോട് നേരുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. Mighty Lord, our Heavenly Father, thank you for allowing us to gather here today to celebrate the 18th birthday of our Joy child, as you kept him safe all these years. You are the mighty one, you are our protector, our redeemer, our helper. Thank you for keeping us safe, O Lord. We pray for the Joy child, strengthening body and soul. Also, Mama who is taking care of him. We pray for all our siblings, families, and those who gathered here. Bless each one of us. In the mighty name of the Lord we pray. Amen. Amen. Thank you, child. Thank you. നമുക്കിപ്പം കേക്ക് അങ്ങ് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഏതായാലും ഇത്രയും ലേറ്റായി. ഒരു മിനിറ്റ്. And also we have a surprise. Somebody is celebrating 1-year anniversary. Reshma, all the way up. Okay, thank you. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ.
ഓർമ്മകൾ. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ.